ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസിനെ പറ്റിയിട്ടാണ് കേട്ടോ എന്ന് പറയുന്നത്. പല സിറ്റുവേഷൻസിലും നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം, നമ്മൾ ദേഷ്യം വന്നിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ പറയാൻ വേണ്ടി തോന്നും. ഇമ്പൾസീവായിട്ട് പല വേർഡ്സും പറയാൻ തോന്നും. പക്ഷേ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇറ്റ്സ് ബെസ്റ്റ് നമ്മളൊന്ന് കാം ഡൗൺ ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു ടൈം എത്തുന്നത് വരെ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് മാറി ഒന്ന് കാമായതിന് ശേഷം നമുക്ക് പിന്നെ റിയാക്ട് ചെയ്യുന്നതിനേക്കാളും റെസ്പോണ്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ സൈലൻസ് വിൽ ബി ഗോൾഡൻ. ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ആളുകൾ ജസ്റ്റ് അവർക്ക് തല്ലുപിടിച്ചാൽ മതി അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്താൽ മതി. അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ സൈലൻ്റായിട്ടിരിക്കുക. അവർക്ക് ഇഷ്യൂ സോൾവ് ചെയ്യാനല്ല, ജസ്റ്റ് തല്ലുപിടിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ വെറുതെ നമ്മുടെ പോയിൻ്റ് പറഞ്ഞ് ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. അത് കുറച്ച് എക്സോസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ നമുക്ക് അതിൽ നിന്ന് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പം നമ്മൾ സൈലൻ്റായിട്ടിരുന്നാൽ അവർക്ക് തന്നെ മനസ്സിലാവും നമുക്ക് ഇവർ പറയുന്നത് വി ആർ നോട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ്, അതുകൊണ്ടാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരും സൈലൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബേസ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് വെറുതെ ടെൻഷൻ ഉണ്ടാക്കും. അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗം ഒന്ന് സൈലൻ്റാക്കി വെക്കുക. എന്നിട്ട് പിന്നീട് പ്രോപ്പറായിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ സംസാരിക്കുക. ഇനി ചില സിറ്റുവേഷനുണ്ട്, എസ്പെഷ്യലി നമുക്ക് എന്തെങ്കിലും ഒരാളുടെ ലോസോ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇറ്റ്സ് ബെറ്റർ നമ്മൾ സൈലൻ്റായിട്ടിരിക്കുക. അതായിരിക്കും ചിലപ്പം അവർക്കൊരു കംഫേർട്ട് തോന്നുക നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാളും. പലപ്പോഴും നമ്മളുടെ ഒരു പ്രസൻസ് മാത്രമേ അവിടെ ആവശ്യമുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഹഗ് കൊടുക്കുക. അപ്പം അത് തന്നെ ഒരു നല്ലൊരു സപ്പോർട്ടിൻ്റെ സൈനാണ്. അപ്പം അങ്ങനെ നമ്മളധികം സംസാരിക്കേണ്ട എന്നുള്ള സിറ്റുവേഷനിൽ ഇറ്റ്സ് ബെറ്റർ ടു കീപ് സൈലൻറ്റ്. ഇനി ചില സിറ്റുവേഷൻസിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ചില സിറ്റുവേഷനുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒത്തിരി ഒച്ചയെടുത്ത് തിരിച്ച് പറയുന്നതിനേക്കാളും നമ്മൾ സെൽഫ് കൺട്രോൾഡായിട്ടിരുന്ന് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് കാം ഡൗൺ ആയിട്ട് നമ്മളുടെ ഉള്ളിലെ സ്ട്രെസ്സും ടെൻഷനും ഒരു നെഗറ്റീവായിട്ട് പുറത്തേക്ക് വിടാതെ നമ്മുടെ മൂഡിനെ അത് മാക്സിമം എഫക്റ്റ് ചെയ്യാതെ ജസ്റ്റ് സൈലൻ്റായിട്ട് ഇരുന്നിട്ട് മേ ബി ഇഫ് യു ഡോണ്ട് വോണ്ട് ടു സ്റ്റേ ദെയർ, വാക്ക് അവേ. ഡിഗ്നിറ്റിയോടുകൂടി ഇറങ്ങിപ്പോവുക എന്ന് പറയില്ലേ. അപ്പം നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അവർ പറയുന്ന അതേ മെത്തേഡിൽ നമ്മൾ തിരിച്ചു പറയുന്നത് നമുക്ക് ചേർന്ന പണിയല്ല എന്നുള്ള നിലയിൽ നമ്മൾ തിരിച്ചു പോവുക. ഇനി നമ്മുടെ പക്കൽ ആവശ്യത്തിന് ഡേറ്റയില്ല, പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാതെ നമ്മൾ അസംഷൻസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ ചിലപ്പോൾ അത് അബദ്ധമാവും. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ നമ്മൾ ആ ഒരു കേസിൽ മിണ്ടാതിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് എന്താ പറയാനുള്ളതെന്ന് നല്ലപോലെ കേൾക്കുക, ഒബ്സർവ് ചെയ്യുക. പിന്നെ കൂടുതൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ അഭിപ്രായം പ്രകടിപ്പിക്കുക. അതല്ലാതെ നമുക്ക് തോന്നിയത് വിളിച്ച് പറഞ്ഞാൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. ചില കേസിൽ നമ്മൾ ലിസൺ ചെയ്യുന്നതായിരിക്കും ഇമ്പോർട്ടൻറ്റ്. അതായത് ചിലർക്ക് നമ്മൾ നല്ലൊരു ലിസണർ ആയാൽ മതി, നമ്മൾ ഒരുപാട് അതിനെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ജസ്റ്റ് നമ്മൾ
ഒത്തിരി റിപ്ലൈസോ അല്ലെങ്കിൽ ഒത്തിരി കമൻസോ പറയാതെ ജസ്റ്റ് അവർ പറയുന്നത് ആക്റ്റീവായിട്ട് ഒന്ന് കേൾക്കുക. അത് തന്നെ എന്നിട്ട് നമ്മളൊന്ന് ചിലപ്പം എമ്പതൈസ് ചെയ്യുക, അവർക്ക് വേണ്ടി നമ്മൾ കൂടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെ അവരോടൊരു റെസ്പെക്റ്റ് കാണിക്കുന്നതും ജസ്റ്റ് നമ്മൾ അവരെ കേൾക്കാനുണ്ടാവുക എന്നുള്ളതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ചില സമയത്ത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ കൂടുതൽ ജസ്റ്റിഫൈ ചെയ്യാൻ പോകുന്നതിനേക്കാളും നല്ലത് ഇറ്റ്സ് ബെറ്റർ നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. അവരുടെ മനസ്സ് മാറ്റാനും നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാതെ ഇറ്റ്സ് ബെറ്റർ നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുക. ഇപ്പം അവർക്ക് ഇപ്പം നമ്മൾ മിസ്റ്റേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത് കേൾക്കാനുള്ളൊരു മനസാന്നിധ്യം നമ്മുടെ ഓപ്പോസിറ്റിലുള്ള ആൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ നമ്മൾ കീപ്പ് ക്വൈറ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ മുന്നേ ഫേക്ക് ഫ്രണ്ട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് ഗോസിപ്പിംഗ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, ആവശ്യമില്ലാത്ത ഡ്രമാറ്റിക്കായിട്ട് സംസാരിക്കുക, ഇതെല്ലാം നമ്മളുടെ എനർജി കളയുന്ന സംഭവങ്ങളാണ്. അപ്പം ഇറ്റ്സ് ബെറ്റർ നമ്മൾ അതിന് മൂളിക്കൊടുക്കാതെ നമ്മൾ മിണ്ടാതിരിക്കുന്നതായിരിക്കും അതിൽ നല്ലത്. കാരണം നമുക്ക് ഒട്ടും പറ്റുന്നില്ല ഈ ഒരു കോൺവെർസേഷൻ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ അതിന് തിരിച്ച് അവരുടെ ഒപ്പം പറയാതിരിക്കുക, മാക്സിമം സൈലൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്ന് കാണുന്നതോടുകൂടി ആ ഒരു കോൺവെർസേഷൻ പയ്യെ നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരോട് നേരെ എനിക്ക് പറ്റില്ല കേൾക്കണ്ട എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ സൈലൻ്റായിട്ട് വലിയ ഇൻട്രസ്റ്റ് കാണിക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വേറൊരു ഒക്കേഷനുണ്ട്, അതായത് ചിലർ അവരുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കിടന്ന് പറയുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്. ആ സമയത്ത് നമ്മൾ അവരെ സമാധാനിപ്പിക്കാനോ ഒന്നും പോവാതെ ജസ്റ്റ് തലയാട്ടോ അല്ലെങ്കിൽ ഓക്കെ മനസ്സിലായി എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിൽക്കണ്ട, അവർ ഈ ഫ്രസ്ട്രേഷൻസ് മുഴുവൻ പുറത്ത് വിടുമ്പോൾ. അപ്പം ചിലപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനും കേൾക്കാനും ഉള്ള ഒരു അവസ്ഥയിലേക്ക് അവരെത്തുമ്പോൾ വേണം നമ്മൾ സംസാരിക്കാൻ. അല്ലാത്ത സമയത്ത് ഇറ്റ്സ് ബെറ്റർ നമ്മൾ മിണ്ടാതിരിക്കുകയാണ് നല്ലത്. ഇനിയത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൊവോക്ക് ചെയ്യുകയാണ്, ആ ഒരു ടൈമിലും നമ്മൾ അധികം സംസാരിക്കാതിരിക്കുക നല്ലത്. കാരണം നമ്മൾ പലതും നമ്മൾ വിട്ട് പറഞ്ഞു പോവും. പിന്നെ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ സീക്രട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, ആ സീക്രട്ട് ഒരിക്കലും നമ്മൾ പറഞ്ഞുകൂടാത്തൊരു കാര്യമാണെങ്കിൽ ഒരിക്കലും നമ്മൾ സംസാരിക്കേണ്ട. ഇറ്റ്സ് ബെറ്റർ നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുക എന്നുള്ളത്. കാരണം ചിലപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോവും. അപ്പോൾ നമ്മൾ മാക്സിമം മിണ്ടാതിരിക്കുകയായിരിക്കും നല്ലത്. അതുപോലെ നമ്മൾ പറയുന്നത് ആരെങ്കിലും ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് കണ്ടാൽ, നമ്മൾ നേരത്തെ ആംഗ്രി ആയിരിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറഞ്ഞ പോലെ, അങ്ങനെയുണ്ടെങ്കിലും നമ്മൾ സൈലൻ്റായിട്ട് ഇരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരം കുറയ്ക്കേണ്ട കുറച്ച് സിറ്റുവേഷൻസിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. എന്തായാലും അത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പല സിറ്റുവേഷൻസിലും നമ്മളെ അനാവശ്യ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ ഒരു കാര്യം ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോലെ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.